നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കൺസർവേഷൻ മെഷേഴ്സ് ആൻഡ് ടെക്നിക്സ് എന്നാണ്. നമ്മൾ ആർക്കൈവൽ മെറ്റീരിയൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ്, അതിനുള്ള ടെക്നിക്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പൊ നമുക്ക് പല ടൈപ്പ് ആർക്കൈവൽ മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ കടലാസ് രേഖകളും കയ്യെഴുത്ത് പ്രതികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവയുടെ സംരക്ഷണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രിസർവേഷൻ മെഷേഴ്സ് ഓഫ് പേപ്പർ ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ്. അപ്പൊ പേപ്പർ, മാനുസ്ക്രിപ്റ്റ്സ് ഇവ ചരിത്രപരവും സാംസ്കാരിക ഗവേഷണ മൂല്യമൊക്കെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കടലാസൊക്കെ ചൂട്, തണുപ്പ്, പെട്ടെന്ന് കീറിപ്പോവാനുള്ള സാധ്യത, കീടങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള, സിൽവർ ഫിഷ് കരണ്ട് തിന്നാനുള്ള സാധ്യത, എലികളൊക്കെ വെട്ടി മുറിക്കാനുള്ള സാധ്യത, ഇതെല്ലാം ഉള്ളതാണ് ഈ പേപ്പറുകൾ. അതുപോലെ മാനുസ്ക്രിപ്റ്റ്, ഈ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇവയൊക്കെ തന്നെ ഇതുപോലെ പൂപ്പൽ പിടിച്ചും അതുപോലെ ഷ്രിങ്ക് ചെയ്ത് പോവാനും ഒക്കെ സാധ്യതയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇവയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ പ്രിസർവേഷൻ മെത്തേഡിലൂടെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ നല്ല രീതിയിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ പേപ്പറിന്റെയും മാനുസ്ക്രിപ്റ്റിന്റെയും പ്രിസർവേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് അതിന്റെ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, 18 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ആപേക്ഷിക ആർദ്രത 45-നും 55-നും ഇടയിലായിട്ട് സൂക്ഷിക്കുക. നേരിട്ടുള്ള സൺലൈറ്റ് കൊള്ളുന്നത് ഒഴിവാക്കുക. നല്ല എയർ പാസേജ്, എയർ സർക്കുലേഷൻ ഉള്ള ഒരു റൂമായിരിക്കുക. അതുപോലെ കടലാസിന്റെ ദൃഢതയും മഷിയുടെ വ്യക്തതയും ഒക്കെ അത് നിലനിർത്താൻ ഈ രീതിയിലുള്ള പ്രിസർവേഷൻ ആവശ്യമാണെന്ന് പഠിച്ചു. ഇനി പ്രോപ്പർ സ്റ്റോറേജ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ആസിഡ് ഫ്രീ ഫയൽസിലൊക്കെ കൃത്യമായിട്ട് നല്ല വൃത്തിയുള്ള അലമാരകളിൽ ചുരുങ്ങി കിടക്കാതെ, മടങ്ങി പോവാതെ തറയിൽ നിന്ന് നേരിട്ട് വെക്കരുത്. അമിതമായി ഇങ്ങനെ ഒരുപാട് രേഖകൾ മുകളിലായിട്ട് അടുക്കി വെച്ച് ഏറ്റവും താഴെയുള്ള രേഖയ്ക്ക് മുകളിൽ ഒരുപാട് പ്രഷർ ചെലുത്തുന്ന രീതിയിൽ വെക്കരുത്. കുറഞ്ഞ രേഖകൾ മാത്രം ഒരു അലമാരയിൽ സൂക്ഷിക്കുക, ഒരു ഷെൽഫിൽ സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ പേപ്പറുകൾ, മാനുസ്ക്രിപ്റ്റ്സ് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പൊടിയും അഴുക്കുമൊക്കെ യഥാസമയത്ത് നീക്കം ചെയ്യണം. മൃദുവായിട്ടുള്ള ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിലെ പൊടിയൊക്കെ തട്ടിക്കളയണം. വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കാൻ പാടില്ല. രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഒന്നും നേരിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി പെസ്റ്റ് കൺട്രോൾ ആണ് മറ്റൊന്ന്. ചിതല്, സിൽവർ ഫിഷ്, എലി, പാറ്റ ഇതിന്റെയൊക്കെ അകറ്റി നിർത്തുക. അതിനുവേണ്ട സംരക്ഷണം നടപ്പിൽ വരുത്തുക. അതിനുവേണ്ട ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു പ്രത്യേക രീതി തന്നെയുണ്ട്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം കീടങ്ങളെയൊക്കെ അകറ്റി നിർത്തുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദെൻ പൂപ്പൽ നിയന്ത്രണമാണ് മറ്റൊന്ന്. അതായത് മൗൾഡ് കൺട്രോൾ ചെയ്യുക, ഈർപ്പം കുറയ്ക്കുക, പൂപ്പൽ ബാധിച്ച രേഖകൾ വേർതിരിച്ച് ശുചീകരിക്കണം. കാരണം പൂപ്പല് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. ഇത് ജീവനുള്ള ഫംഗസുകളാണല്ലോ. സോ ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരാനുള്ള ഇട വരുത്താതെ മാറ്റി വെച്ചിട്ടാണ് അത് ശുചീകരിക്കേണ്ടത്. ഇനി അറ്റകുറ്റപ്പണിയും കൺസർവേഷനുമാണ് മറ്റൊന്ന്. റിപ്പയർ ആൻഡ് കൺസർവേഷൻ. അപ്പൊ ഇവിടെ കീറിയതൊക്കെ കീറിയ രേഖകള് നമ്മുടെ ജാപ്പനീസ് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ആസിഡ് ഫ്രീ ടിഷ്യൂ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നന്നാക്കി എടുക്കാം. അതുപോലെ തന്നെ ആർക്കൈവൽ അഡസീവ്സ്, അതായത് ആസിഡ് ഫ്രീ ആയിട്ടുള്ള പശ വേണം ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. അതുപോലെ പരിശീലനം ലഭിച്ചിട്ടുള്ള കൺസർവേറ്റേഴ്സ് ആണ് ഇത് പ്രിസർവ് ചെയ്യേണ്ടത്. ഇതിന് തൊഴിലറിയാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ സാധനം നശിപ്പിച്ച് കളയാൻ പാടില്ല. ഇനി ഡി ആസിഡിഫിക്കേഷൻ ആണ് മറ്റൊന്ന്. അസിഡിറ്റി ഒഴിവാക്കുന്ന രീതിയിൽ അമ്ലത കൂടുതലുള്ള പേപ്പറുകൾക്ക് പ്രത്യേക രാസപ്രക്രിയയിലൂടെ അമ്ലത കുറച്ചിട്ട് വേണം ഇത് ഡീആസിഡിഫിക്കേഷൻ നടത്തിയിട്ട് വേണം ഇത് സൂക്ഷിക്കാൻ. കടലാസിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനൊക്കെ ഇത് കാരണമാകും. ചില ഐറ്റംസിനെയൊക്കെ നമ്മൾ മെഴുക് ലായനിയിൽ മുക്കിയിട്ട് സൂക്ഷിക്കും. പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയില്ല. നൂറ്റാണ്ട് പഴക്കമുള്ള ഐറ്റംസിനെയൊക്കെ മെഴുക് ലായനിയിൽ മുക്കിയിട്ട് ഒന്ന് ബലമായിട്ട് സൂക്ഷിക്കാറുണ്ട്. ഇനി ഇത് പ്രോപ്പർ ഹാൻഡിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് കേടായി പോകും. വൃത്തിയുള്ള കൈ ഉപയോഗിക്കണം. നനഞ്ഞ കൈ കൊണ്ട് പിടിക്കരുത്. ആവശ്യമാണെങ്കിൽ ഗ്ലൗസസ് ഒക്കെ ഉപയോഗിക്കുക. രേഖകളൊക്കെ ഇങ്ങനെ മടക്കി സൂക്ഷിക്കരുത്, നിവർത്തി തന്നെ വെക്കുക. അതുപോലെ അത് വലിച്ചെഴുക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം എന്ന് ചുരുക്കം. ഇനി ഇവിടെ ഡിസാസ്റ്റർ വരുന്നത്, അതായത് എന്തെങ്കിലുമൊക്കെ മഴ കൊള്ളുന്നത്, തീ പിടിക്കുന്നത്,
മറ്റു പ്രകൃതി ദുരന്തങ്ങളിലൊന്നും ഇത് പെടാതെയൊക്കെ സംരക്ഷിക്കേണ്ടത്. അതിന് ഫയർ അലാംസും അതുപോലെ ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് ഒക്കെ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ കടലാസ് രേഖകളും കയ്യെഴുത്തു പ്രതികളും ഒക്കെ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞ ഈ സാധനം പിന്നെ ഒരിക്കലും നമുക്കിത് അവൈലബിൾ ആവില്ല അല്ലെ. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ എഴുതിയതായിരിക്കും. അത് ഇനി ഒരെണ്ണം, ഇത് യുണീക്ക് ആയിട്ടുള്ള തിങ്സ് ആണ്, ഇനി ഒരെണ്ണം അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു പുസ്തകമാണ് നശിച്ചു പോയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുസ്തകം വീണ്ടും നമുക്ക് പ്രിന്റ് ചെയ്യാം. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ പോസിബിൾ ആവില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്ന വേറൊരു പോയിന്റ് പ്രിസർവേഷൻ മെഷേഴ്സ് ഓഫ് പാം ലീഫ് ഡോക്യുമെന്റ് ആണ്. ഇത് താളിയോല ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ താളിയോല ഡോക്യുമെന്റുകളുടെ സംരക്ഷണമാണ്. അതായത് ഈ പാം ലീഫ് ഡോക്യുമെന്റ്സ് അഥവാ ഇത് മാൻസ്ക്രിപ്റ്റ് തന്നെയാണ്, നേരിട്ട് കയ്യെഴുത്ത് പ്രതികൾ തന്നെയായിരിക്കും. അപ്പൊ അത് പ്രാചീന ഇന്ത്യയിലെ അറിവിന്റെയും അതുപോലെ ചരിത്രത്തിലെയും സാഹിത്യത്തിലെയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖകളാണ് ഈ പാം ലീഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഓലയിലായതുകൊണ്ട് തന്നെ ഇതിന് ഈർപ്പവും ചൂടും കീടങ്ങളും പൂപ്പലും മനുഷ്യരുടെ അശ്രദ്ധമായിട്ടുള്ള ഉപയോഗം കൊണ്ടും ഒക്കെ തന്നെ ഇത്തരം ഐറ്റംസ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൽ ഒന്നാമത്തേത് എൻവയോൺമെന്റ് കൺട്രോൾ ആണ്. താപനില 20-നും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് സംരക്ഷിക്കേണ്ടത്. ആർദ്രത നമ്മൾ നേരത്തെ പേപ്പറിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ 45-നും 55-നും ഇടയിലാണ്. അതുപോലെ നേരിട്ടുള്ള സൺലൈറ്റ് ഒഴിവാക്കി വായുസഞ്ചാരമുള്ള റൂമിൽ സൂക്ഷിക്കുക. പേപ്പറിൽ ഓല പൊട്ടിപ്പോകാതെ, പൂപ്പൽ പിടിക്കാതെ. അതുപോലെ ഇത് മടക്കരുത്, ഒരു കാരണവശാലും ഓലകൾ മടക്കാൻ പാടില്ല. അതുപോലെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വളരെ പരന്ന പ്രതലത്തിലൊക്കെയാണ് ഈ ഓല സംരക്ഷിക്കേണ്ടത്. ഇനി ഇത് മൃദുവായ ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് തുടയ്ക്കുക അല്ലാതെ വെള്ളം കൂട്ടി തുടയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ സൊല്യൂഷൻസിൽ മുക്കിയിട്ട് തുടയ്ക്കാനോ ഒന്നും പറ്റില്ല. വളരെ സൂക്ഷിച്ച് ചിതലുകളും മറ്റു ജീവജാലങ്ങൾ, പെസ്റ്റുകൾ, കീടങ്ങളൊക്കെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കണം. ദെൻ മറ്റൊന്നാണ് ആപ്ലിക്കേഷൻ ഓഫ് പ്രിസർവേറ്റീവ് ഓയിൽ. നമുക്ക് ഈ ഓലകൾ പ്രിസർവ് ചെയ്യാൻ ചില പ്രത്യേക എണ്ണകൾ മുക്കിയിട്ട് നമുക്കിത് സംരക്ഷിക്കാനായിട്ട് പറ്റും. പരമ്പരാഗതമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിട്രണല്ല ഓയിൽ, അതുപോലെ നമ്മുടെ നീം ഓയിൽ, വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ, അതുപോലെ അതിന് അനുയോജ്യമായിട്ടുള്ള പലതരത്തിലുള്ള ഓയിൽസ് ഉണ്ട്. ഇതെല്ലാം ചെറിയ അളവിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് സംരക്ഷിക്കാറുണ്ട്. ഇത് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ആരെങ്കിലും പോയിട്ട് എണ്ണ തൂത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കേടാവാനാണ് സാധ്യത. അപ്പോൾ ഓല ഉണങ്ങി പൊട്ടുന്നത് തടയാനും കീടബാധ ഒഴിവാക്കാനും ഒക്കെയാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോയ ഭാഗമൊക്കെ ഒന്ന് അടുക്കി വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ യഥാർത്ഥ രൂപം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം. പ്രോപ്പർ കെയർ, ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരം കാര്യങ്ങളുടെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഡിജിറ്റൽ രേഖയായിട്ട് സൂക്ഷിക്കുകയും മറ്റു നാശങ്ങളൊന്നും ഇല്ലാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.